السلام عليكم ورحمة الله وبركاته. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كفروا لهم نار جهنم لا يقضى عليهم فيموت ولا يخفف عنهم عذابها كذلك نجزي كل كفور. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരും ഒരുമിച്ച് കൂടി മജ്ലിസ് നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെയും ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് അല്ലാഹുവിൻ്റെ അബ്ദുകളായിട്ടാണ്, അല്ലാഹുവിനെ ആരാധിക്കുന്നവരായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെയും ഈ ഭൂമി ലോകത്തേക്ക് അയക്കുമ്പോൾ അവനക്ക് തെറ്റേതാ ശരിയേതാ എന്നറിയാനുള്ള കഴിവും ബുദ്ധിയുമെല്ലാം അല്ലാഹു അവനിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നൽകിയിട്ടും അല്ലാഹുവിനെ ധിക്കരിച്ച് അല്ലാഹു പറഞ്ഞ പാതയിലൂടെ അല്ലാതെ തെറ്റി നടക്കുന്ന ഒരു മനുഷ്യനാണ് നാളെ അല്ലാഹു നരകത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ പറയുന്നു, അവിശ്വസിച്ചവർ ആരാണോ അവർക്കാണ് നാളെ നരകാഗ്നിയുള്ളത്. അവർക്ക് അല്ലാഹു മരണത്തെ വിധിക്കയില്ല. എങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു. മരിച്ചാൽ തന്നെ അവർക്ക് ഒന്നും അല്ലാഹു അവന്റെ മരണശിക്ഷയിൽ നിന്നും ലഘൂകരിക്കില്ല. അങ്ങനെ അല്ലാഹുവിനോട് നന്ദിയില്ലാതെ ഭൂമി ലോകത്തെ ജീവിച്ച ഏതൊരു മനുഷ്യനുണ്ടോ ആ മനുഷ്യനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ കോർട്ടിൽ വെച്ച് ആഖിറത്തിൽ വെച്ച് അവനക്ക് അതിൻ്റെതായ പ്രതിഫലം നൽകുമെന്ന് ഖാല അല്ലാഹു ഫിൽ ഖുർആനിൽ മജീദ്. ഇനി എങ്ങനെയാണ് മുഅ്മിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകരായ എല്ലാ മനുഷ്യരെയും ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു എങ്ങനെയാണ് നരകത്തെ സൃഷ്ടിച്ചത്? അല്ലാഹു അതാ പറയുന്നു, അല്ലാഹു നരകത്തെ 1000 വർഷം കത്തിച്ചു അത്രേ. അതാ നരകത്തെ കത്തിച്ചതാ ആ നരകം ഒരു വെളുത്ത നിറമായി മാറി. വീണ്ടും അല്ലാഹു അതാ മലക്കിനോട് ഓർഡറിടുന്നു, മലക്കെ കത്തിക്കൂ മലക്കെ എന്ന് പറഞ്ഞു. അതാ അല്ലാഹു വീണ്ടും കത്തിക്കുന്നു. അതാ കത്തിച്ചതാ അതൊരു കടും ചുവപ്പ് നിറമായി മാറി. അല്ലാഹു അതാ വീണ്ടും ആ നരകത്തെ കത്തിക്കുന്നു. അതാ കത്തിച്ചതാ ആ നരകമതാ 1000 തവണ അല്ലാഹു വീണ്ടും കത്തിക്കയാണ്. ആ നരകമതാ ഒരു കറുത്തിരണ്ട നിറമായി മാറി. ഇപ്പോൾ അതൊരു ഇരുൾ മൂടപ്പെട്ട അവസ്ഥയിലാണ് മുഅ്മിനേ ആ നരകമുള്ളത്. ഇനി എത്രത്തോളമാണ് മുഅ്മിനേ ആ നരകത്തിന്റെ ആഴം? അതാ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അതൊരിക്കൽ അതാ സ്വഹാബാക്കൾ ഒന്നടങ്കം മുത്തുനബിയോട് കൂടെ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാനലോകത്ത് നിന്നും വലിയ ഒരു ശബ്ദം അതാ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും കേൾക്കാൻ ഇടയായി. അപ്പോൾ അതാ സ്വഹാബത്താകെ അമ്പരന്ന് നിൽക്കുകയാണ്. മുത്തുനബി സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ എന്താണ് നിങ്ങൾ കേട്ട ശബ്ദമെന്ന് സ്വഹാബ നിങ്ങൾക്കറിയുമോ? സ്വഹാബത്താകെ ഉത്തരം മുട്ടിങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലതാ പറഞ്ഞു കൊടുക്കുന്നു, 70,000 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലുണ്ടല്ലോ, ആ കല്ല് ഇന്നാണ് സ്വഹാബ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തുന്നത്. ആ ശബ്ദമാണ് സ്വഹാബ നിങ്ങളിപ്പോൾ കേട്ടതെന്ന് ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് വിളിച്ച് പറയുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പുന്നാര ഹബീബ് ഇവിടെ നിന്ന് നരകത്തെപ്പറ്റി കരയുകയാണ്. അല്ലാഹുവേ, ഇപ്പോ നാമേവരും ആ നരകത്തെപ്പറ്റി ഓർക്കുന്നുണ്ടോ എന്ന് നാമേവരും ചിന്തിക്കേണ്ട കാര്യമാണ്.
അതുപോലെ തന്നെ മുഅ്മിനെ നരകത്തിൽ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 കവാടം ഒരുക്കി വെച്ചതുപോലെ നരകത്തിലും അല്ലാഹു 7 കവാടം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 7 കവാടം എന്നറിയുമോ? പരിശുദ്ധ കലാമായ ഖുർആനിലൂടെ സൂറത്ത് ഹിജ്റയിലെ 44-ാം ആയത്തിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിനെ വിശദീകരിച്ച് മഹാനായ ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നേതാ ജഹന്നം എന്ന് പറയുന്ന കവാടമാണ്, 2 ലളാ എന്ന് പറയുന്ന കവാടമാ, 3 ഹുതമ എന്ന് പറയുന്ന കവാടമാണ്, 4 സഈർ എന്ന് പറയുന്ന കവാടമാണ്, 5 സഖർ എന്ന് പറയുന്ന കവാടമാ, 6 ജഹീം എന്ന് പറയുന്ന കവാടമാ, 7 ഹാവിയ എന്ന് പറയുന്ന കവാടമാ. പറയപ്പെട്ടതായ 7 കവാടത്തിലൂടെ ആദ്യം പ്രവേശിക്കുന്ന 3 വിഭാഗമുണ്ട്. ഏതാണ് ആ 3 വിഭാഗം? 1, കീഴ്പ്പെടുത്തി ഭരിച്ചിരുന്ന ഭരണാധികാരി, ആളുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ഒന്നാമനായി കയറുന്നത്. രണ്ടാമതായി പോകുന്നത് എന്താരാണ്? ദുന്യാവിൽ ഒരു മനുഷ്യന് അല്ലാഹു ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ആ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ചില്ലിക്കാശ് പോലും അവൻ ചെലവഴിച്ചില്ല. അല്ലാഹുവിനെ മറന്ന് ദൂർത്തടിച്ച് ഈ ദുന്യാവിൽ ജീവിച്ച മനുഷ്യ, നീയാണ് രണ്ടാമതായി പോകുന്നത്. മൂന്നാമതായി പോകുന്നവൻ ആരാണ്? പെരുമ നടിക്കുന്ന ഫക്കീറാണ്. ഫക്കീറാണെന്ന് വിചാരിച്ച് ധാരാളം റോഡ് കാട്ടി നടക്കുന്ന മനുഷ്യ. ഫക്കീറാണെങ്കിൽ ഫക്കീറിന്റെ രൂപത്തിൽ നടക്കണം, അല്ലാതെ പെരുമ നടിച്ച് അല്ലാഹുവിനെ മറന്ന് ജീവിച്ച മനുഷ്യ, നീയാണ് മൂന്നാമതായി പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വർഗത്തിലെ സ്വർഗനിവാസികൾക്ക് അല്ലാഹു മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ കുടിപ്പിക്കും. അതുപോലെ തന്നെ മുഅ്മിനെ നരകനിവാസികളും വല്ലാതെ ദാഹിച്ച് വലയുന്നൊരു സമയമുണ്ട്. അപ്പോൾ അവർക്ക് അല്ലാഹു ഒരു നരകത്തിൽ ഒരു പാനീയം നൽകുന്നുണ്ട്. എന്താണ് മുഅ്മിനെ ആ നരകത്തിലെ പാനീയത്തിലെ പ്രത്യേകത? ആ നരകത്തിലെ പാനീയത്തിലെ ഒരു തുള്ളി ഭൂമിയിൽ വെച്ചാൽ അതിൻ്റെ ദുർഗന്ധ മൂലവും അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം മൂലവും ഈ ദുന്യാവിലുള്ള സകലതും കരിഞ്ഞൊലിക്കുന്നതാണ്. അത്രക്ക് ഭയാനകമായ ചൂടാണ് മുഅ്മിനെ ആ നരകത്തിലെ പാനീയത്തിനുള്ളത്. ഞാൻ നരകനിവാസികൾ വല്ലാതെ ദാഹിക്കുന്ന സമയത്ത് വെള്ളം എന്ന് പറയുന്ന സമയത്ത് വെള്ളം കൊടുക്കും. അപ്പോൾ അതാ അവർ കുടിക്കാൻ വേണ്ടി ആ വെള്ളം അവരെ മുഖത്തിൻ്റെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുവരുമ്പോൾ അവരെ മുഖമാസകലം അതാ ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്, ഉരുകി വീഴുകയാണ്. അത്രക്കും ഭയാനകമായ ഒരവസ്ഥയാണ് നാളെ നരകത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാവുക. അല്ലാഹു പറഞ്ഞ പാതയിലൂടെ, സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിലൂടെ, നേർമാർഗത്തിലൂടെ നയിച്ച ഒരു മനുഷ്യനും അത്തരം ബുദ്ധിമുട്ടേൽക്കില്ല. എന്നാൽ അല്ലാഹുവിനെ മറന്ന് ദൂർത്തടിച്ചുകൊണ്ട് തിന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യ, നാളെ നീയാണ് നരകത്തിലേക്കുള്ള വിറക്. അല്ലാഹുവേ, ഞങ്ങൾ അത്തരം കൂട്ടക്കാരെ തൊട്ടും പറയപ്പെട്ടതായ വിഭാഗങ്ങളെ തൊട്ടും നരകാഗ്നിയെ തൊട്ടും നരകപാനീയങ്ങളെ തൊട്ടുമെല്ലാം നീ ഞങ്ങൾക്ക് പരിപൂർണ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.